ഹായ് ഓൾ. അപ്പോൾ മക്കളെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ എന്താണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഫുള്ള് ക്രിസ്മസ് എക്സാമിന് ശേഷം ക്രിസ്മസ് സെലിബ്രേഷൻ, അതിനുശേഷം ന്യൂ ഇയർ സെലിബ്രേഷൻ, ഇങ്ങനെ ഒത്തിരി സെലിബ്രേഷൻ മോഡായിരുന്നു നമുക്ക്. അതിനുശേഷം വി ആർ ബാക്ക് ടു അവർ ജാനുവരി ആൻഡ് ഓൾസോ വി ആർ ബാക്ക് ടു അവർ സ്കൂൾ. നമ്മൾ സ്കൂളിലേക്കൊക്കെ തിരിച്ചെത്തി. ആൻഡ് ഹിയർ വി ഹാവ് നമുക്ക് മുന്നിൽ 2 മാസങ്ങളുണ്ട്. മാർച്ച് ഓൾമോസ്റ്റ് നമ്മൾ എന്തായിരിക്കും എക്സാംസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് ആക്ച്വലി നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ശേഷം നമ്മൾ പല കുട്ടികളൊക്കെ കാണുന്ന സമയത്ത് അവർ ചോദിക്കും, മിസ്സേ നമ്മൾ ലൈവൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര യൂസ്ഫുള്ളായി, പക്ഷേ നമ്മൾ എക്സാമിന് അത് ഭയങ്കര ഉപകാരം, അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി മിസ്സേ നമ്മൾ ചില സമയത്ത് ചില കുട്ടികളായിട്ട് നമ്മൾ നോക്കുമ്പോൾ മാർക്സ് നോക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ ഒരു വേ ഓഫ് ലേണിംഗ് നോക്കുമ്പോൾ അവർ ആ ത്രൂ ഔട്ട് ഇയർ ആ വർഷം മുഴുവൻ എന്തുണ്ട് അവർക്കൊരു ഒരു പ്രത്യേക ഒരു സ്ട്രാറ്റജി ഉണ്ട്, ഒരു രീതിയുണ്ട്. അതെങ്ങനെയാണ് അവർ ആൻസർ എഴുതുന്ന രീതിയും നമ്മൾ ഈ ഉത്തരം എഴുതുന്ന രീതിയൊക്കെ എങ്ങനെയാണ് ഡിഫറൻസ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഈ ഗ്രൂപ്പ് ഓഫ് മക്കൾ അല്ലെങ്കിൽ കുറച്ച് കുഞ്ഞുങ്ങൾ ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിൽ പഠന രീതി ഫോളോ ചെയ്യുകയും മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് അത് ഫോളോ ചെയ്യാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് അവിടെ നമ്മൾ എപ്പോഴും സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ. നമ്മൾ പഠിക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ ഏത് കാര്യം എടുത്ത് നോക്കിയാലും നമ്മളത് ചെയ്യുന്ന ഒരു രീതി അവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എപ്പോഴും എന്താണ്, നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും നമ്മുടെ യൂട്യൂബിൽ ലൈവ് ക്ലാസ്സസ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളതൊരു വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ വീക്ക് നമ്മളല്ലെങ്കിൽ ത്രൈസ് ഇൻ എ വീക്ക് നമ്മൾ കാണുന്നതിന് പകരം എല്ലാ ദിവസവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ സൈലത്തിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എത്രത്തോളം ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്കത് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ തന്നെ പറയുന്നു, മിസ്സേ നമുക്ക് ലൈവ് ക്ലാസ് ഭയങ്കര യൂസ്ഫുള്ളായി, അങ്ങനെ പറയുന്നത് നിങ്ങൾ എല്ലാ ദിവസവും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മളെ പഠന രീതിയുമായിട്ട് നിങ്ങൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ എത്രത്തോളം നിങ്ങൾക്കത് യൂസ്ഫുള്ളാണ്. അതുമല്ല, നിങ്ങൾ അടുത്ത കൊല്ലം എന്താണ് ഏകദേശം നിങ്ങൾ USS എക്സാം ഒക്കെ എഴുതേണ്ട കുഞ്ഞുങ്ങളാല്ലേ. അപ്പോൾ നമുക്ക് എന്തുണ്ട്, 6ാം ക്ലാസ്സിൻ്റെ നമ്മുടെ ബാച്ചാണ് വജ്ര ബാച്ച് അല്ലേ. നിങ്ങൾക്കറിയാം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ വജ്ര ബാച്ചിലുള്ളത്. ഡെയിലി നമ്മുടെ ലൈവ് ക്ലാസ്സസാണ്. നിങ്ങൾ സ്കൂളിൽ നിന്ന് പഠിച്ച് വന്ന് വീട്ടിലെത്തി നിങ്ങൾക്കൊരു റിവിഷൻ എന്തായാലും അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ അന്ന് എന്തുണ്ടായിരിക്കും, നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ റിവൈസ് ചെയ്യും. അതിനെ നമ്മൾ ഈച്ച് ആൻഡ് എവറിത്തിങ്, നമ്മൾ ഒരു എക്സസൈസ് പോലും ഒരു പാഠം പോലും നമ്മൾ എന്ത് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യുന്നില്ല, ഒരു ലൈൻ പോലും നമ്മൾ സ്കിപ്പ് ചെയ്യുന്നില്ല. കംപ്ലീറ്റ് ഡീറ്റെയിൽഡായിട്ടുള്ളൊരു സ്റ്റഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നടത്തുന്നുണ്ട്. നമ്മൾ ഒരു പാഠങ്ങൾക്ക് ശേഷം നമ്മൾ അതിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നില്ലേ. നമ്മളെപ്പോഴും ചാപ്റ്ററിൽ വരുന്ന ചോദ്യങ്ങൾ മാത്രം പഠിച്ചിട്ട് നിൽക്കുകയാണോ? അല്ല, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ നമ്മളൊരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പാഠം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ വൈഡായിട്ടുള്ള ഒരു എക്സാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നടത്തുന്നുണ്ട്. എക്സാമിന് ശേഷം നമ്മൾ ആൻസർക്ക് ഡിസ്കഷനും എന്തുണ്ട് വി ആർ ഡൂയിങ്. അതുപോലെ നമ്മുടെ ടേം എക്സാംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മെറ്റീരിയൽസ് എക്സെട്ര എല്ലാം നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്, നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഇനി എന്ത് നിങ്ങൾ മറിച്ച് നിൽക്കുന്നത്? സോ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, സൈലത്തിൻ്റെ 6ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്കുള്ള നമ്മുടെ വജ്ര ബാച്ചിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാച്ചിൽ എന്ത് ചെയ്യാൻ നമുക്ക് സെറ്റ് ആക്കാം. സോ സീ യു ദേർ.